ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇതൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് വൻപയറും പിന്നെ നമ്മുടെ പച്ചക്കായ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ഐറ്റമാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാവായോ? അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/4 കപ്പോളം വൻപയർ എടുത്ത് ഒന്ന് ഓവർനൈറ്റ് ഒന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുക്കറിലിട്ട് വേവാനും പാകത്തിന് കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ വിട്ടതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെക്കാം. ഒരു 3 മണിക്കൂർ 3 വിസിലൊന്ന് കേട്ടോട്ടെ. അപ്പൊ ആ 3 വിസിൽ കേൾക്കുന്നവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ കുക്കറൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം നമുക്ക് 2 പച്ചക്കായ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അത്യാവശ്യം വലുതായതുകൊണ്ട് 2 എടുക്കുന്നുള്ളൂ. അത് ദാണ്ടെ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാന്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ ചേർക്കാം ട്ടോ. ഞാൻ ചേർക്കുന്നില്ല. ചെറിയ ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു 2 വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സവാളേന്റെ പകുതി പോലും എടുത്തിട്ടില്ല. ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ള, അതായത് വലിയൊരു സവാളയായിരുന്നു കേട്ടോ. അത് കുനുകുനാന്ന് ചോപ്പറിലൊന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പൊ അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ദാണ്ടെ ഈ കുനുകുനാന്ന് അരിയുന്നത് അത്ര നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല. എൻ്റെ കയ്യിൽ കുറച്ച് അരിഞ്ഞതുള്ളത് കൊണ്ട് ഞാനങ്ങ് ചേർത്തതാ. സാധാരണ നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതിയാവും ട്ടോ. അപ്പൊ ദാണ്ടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഇനി നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന വാഴക്ക ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഞാൻ ഈ ഒരു സ്പാച്ചുല ഉണ്ടല്ലോ മീഷോയിന്ന് വാങ്ങിച്ചതാ ട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. നല്ല രസമാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. അപ്പൊ ദാണ്ടെ നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂൺ, വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. 1 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഈ വാഴയ്ക്കയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ വൻപയറൊക്കെ ഒന്ന് വെന്ത് അതിന്റെ ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ നിന്ന് അതിന്റെ ആ ഒരു സ്റ്റീമൊക്കെ ഒന്ന് അതായത് ആ മൊത്തം സ്റ്റീം വെളിയിൽ പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി. അപ്പൊ ദാണ്ടെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഞാന്. ഇനി നമുക്ക് ഇത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർക്കണം. വെള്ളം ഒഴിച്ചിട്ടേ ഇത് വേവിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഈ പാൻ പ്രത്യേകിച്ചും വെള്ളം ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും കേട്ടോ. അപ്പൊ ഞാനൊരല്പം വെള്ളം ഇത് വേവാനും പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഈ ഐറ്റം ഞാനങ്ങനെ പുതുമയുള്ള ഐറ്റം ഒന്നും അല്ല. പുതുതായിട്ട് കാണിക്കേണ്ട ഐറ്റവും അല്ല. ഇതൊരു നാടൻ റെസിപ്പിയാണ്. മിക്ക വീടുകളിലും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. പിന്നെ ഈ പാചകമൊക്കെ പഠിച്ചു വരുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പൊ നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. ഒന്ന് കുക്കായി വരട്ടെ. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ വാഴക്കൊക്കെ ഒന്ന് കുക്കായി വരും. അപ്പൊ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാനങ്ങ് മറന്നു കേട്ടോ. എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്, ഞാനിത് മറക്കും. അപ്പൊ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തണം കേട്ടോ. ഇളക്കിയിട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാന്. അപ്പൊ അതാണ്ട് ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. കുറച്ചും കൂടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വാഴക്കൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പൊ ദാണ്ടെ നമ്മുടെ വാഴക്കയൊക്കെ ഇവിടെ സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു വൻപയർ വേവിച്ച് വെച്ചേക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ വൻപയറിനകത്ത് ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കളഞ്ഞിട്ട് ചേർത്താൽ മതി. ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചേർത്തോളൂ കേട്ടോ, കുഴപ്പമില്ല. ഞാൻ ഇച്ചിരി വെള്ളം അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് എരിവൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കാം ട്ടോ. ഞാനിപ്പോ മോന് ഇത് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇനി എരിവൊന്നും പ്രത്യേകിച്ച് ചേർത്തിട്ടില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഈ വെള്ളം ഒന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കണം. കുറച്ച് വെള്ളം കണ്ടോ. അപ്പൊ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ അടച്ചൊന്നും വെക്കുന്നില്ല. തുറന്ന് വെച്ച് തന്നെയാണ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ ദാണ്ടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ.
അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫൈനലി കുറച്ച് തേങ്ങ. തേങ്ങയ്ക്ക് അങ്ങനെ കണക്കൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഗ്രഹത്തിനനുസരിച്ച് അങ്ങോട്ട് ചേർത്തോളൂ. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ തേങ്ങ നിങ്ങൾക്ക് തേങ്ങയും ചെറിയുള്ളിയും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വെളുത്തുള്ളി അല്ലിയും ഒക്കെ ചേർത്തിട്ട് ചെറിയ ജീരകമൊക്കെ ചേർത്തൊന്ന് ചതച്ച് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല. ഡയറക്റ്റ് തേങ്ങ അങ്ങ് ചേർത്തതാണ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. തോരനെന്നോ അവിയലിനോ ഒക്കെ പറയാം. നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മിക്ക വീടുകളിലും ഇത് ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ദാണ്ടെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കട ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളല്ലേ? അപ്പം നമ്മുടെ അടിപൊളി ഒരു തോരനാണ്. നമ്മുടെ പച്ചക്കായ്, വൻപയറൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു തോരനാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്കിനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.